ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേൾവിക്കുറവുള്ള ആളുകളിൽ ടിനൈറ്റിസ് ഉള്ളപ്പോൾ വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഒന്ന്, ടിനൈറ്റിസ് എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ആ ഒരു കേൾവിക്കുറവ് കാരണം പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ കിട്ടാണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ നമ്മുടെ ന്യൂറോൺസ് എല്ലാം കൂടെ ചേർന്നിട്ട് അത് തന്നെ അകത്ത് ശബ്ദങ്ങൾ സ്വന്തമായിട്ട് ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ആളുകൾ മൂളക്കമായിട്ട് കേൾക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മളടുത്ത് പറയുന്നത് ടിനൈറ്റസ്. അപ്പോൾ ഏറ്റവും ആദ്യത്തതും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ത്രൂ ആംപ്ലിഫൈയിങ് അവർ ആംബിയന്റ് സൗണ്ട്സ് ഓർ സറൗണ്ടിങ് സൗണ്ട്സ്. എന്താ, കേൾവിക്കുറവുള്ള ആളുകൾ ഹിയറിംഗ് എയ്ഡ് വയ്ക്കുമ്പോഴായിരിക്കും കുറേ ഗ്യാപ്പിന് ശേഷം അവർ വളരെ മഫിൾഡ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്ന സൗണ്ടുകൾ നമ്മുടെ ബ്രെയിനിന് ശകലവും കൂടി ലൗഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ പുറമേ ഉള്ള ഇതുവരെ കേൾക്കാണ്ടിരുന്ന ശബ്ദങ്ങൾ, പുറമേയുള്ള ശബ്ദങ്ങൾ ബ്രെയിനിന് കിട്ടുമ്പോൾ അത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് പതിയെ 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 കുറയാൻ തുടങ്ങും. രണ്ടാമത്തത് സൗണ്ട് തെറപ്പി. പേര് പറയുന്ന പോലെ തന്നെ സൗണ്ടുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു തെറപ്പി ട്രീറ്റ്മെന്റ്. ടിനൈറ്റസ് എന്താ, അകമേ അനോയിങ് ആയിട്ടുള്ള സൗണ്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പം അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശ്രദ്ധ അതിന് തിരിക്കാൻ വേണ്ടിയിട്ട് ഹിയറിംഗിന്റെ കൂടെ പലതരം സൗണ്ടുകൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ വൈറ്റ് നോയിസ്, പിങ്ക് നോയിസ്, സ്പീച്ച് നോയിസ്, ഹൈ പിച്ച് ടോണൽ നോയിസ്, പിന്നെ ഓഷൻ വേവ്സ്, തിരമാലകളുടെ ശബ്ദങ്ങൾ, ഭയങ്കര കാമിങ് ആയിട്ടുള്ള ഇതുപോലത്തെ സൗണ്ടുകൾ ഹിയറിംഗ് എയ്ഡിൽ കൂടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് നമ്മുടെ ബ്രെയിനിന് ആ ഒരു ടിനൈറ്റസിനോടുള്ള ആ ഒരു ശ്രദ്ധ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പുറമേ നിന്ന് ഇതുപോലത്തെ ശബ്ദങ്ങൾ അകത്തോട്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. സോ ഇതാണ് സൗണ്ട് തെറപ്പി. മൂന്നാമത്തത് നോയ്സ് തെറപ്പി എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ്. ഒരു പേഷ്യന്റ്, ഇപ്പം ഞാൻ ടിനൈറ്റസിന്റെ പ്രശ്നമുണ്ട്, ഞാൻ അപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ 2000 ഹെർട്സിലുള്ള ഒരു സൗണ്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. ഇങ്ങനെ മൂളക്ക പോലെ, പൂന്ന് പറഞ്ഞ മൂളക്ക പോലെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹിയറിംഗ് എയ്ഡിൽ നോയ്സ് തെറപ്പി എന്ന് പറയുന്ന ഒരു ഫിൽറ്റർ ഓൺ ആക്കിയിടും. പുറമേ നിന്നുള്ള ശബ്ദങ്ങൾ, ബാക്കി എല്ലാ ശബ്ദങ്ങളെയും കേൾവിക്കുറവ് കാരണം നോർമലി ആംപ്ലിഫൈ ചെയ്യും. പക്ഷേ ഞാൻ കേൾക്കുന്ന ടിനൈറ്റസ് 2000 ഹെർട്സിലാണ്. ആ ഒരു പുറമേ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, ആ ഒരു 2000 ഹെർട്സിൽ ഫ്രീക്വൻസിയിൽ വരുന്ന ശബ്ദങ്ങളെ മാത്രം ഹിയറിംഗ് എയ്ഡ് ആംപ്ലിഫൈ ചെയ്യില്ല. ഏത് പിച്ച് ഫ്രീക്വൻസിയിലുള്ള ടിനൈറ്റസ് ആണോ ആ ഒരു പേഷ്യന്റ് കേൾക്കുന്നത്, ആ ഒരു ഫ്രീക്വൻസി ഓഫ് ശബ്ദങ്ങളെ ഹിയറിംഗ് എയ്ഡ് ആംപ്ലിഫൈ ചെയ്യില്ല. ബാക്കി എല്ലാത്തിനെയും അത് നോർമലി ആംപ്ലിഫൈ ചെയ്യും. പക്ഷേ ആ ഒരു ടിനൈറ്റസ് ഫ്രീക്വൻസി മാത്രം ഹിയറിംഗ് എയ്ഡ് ആംപ്ലിഫൈ ചെയ്യില്ല. അതാണ് നോയ്സ് തെറപ്പി എന്ന് പറയുന്നത്. ഈ ഒരു 3 ട്രീറ്റ്മെന്റ് അപ്രോച്ചുകളാണ് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്ത് നമുക്ക് ടിനൈറ്റസിന്റെ കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ഏത് അപ്രോച്ച് വേണം എന്നുള്ളത് ഓരോ ആൾക്കാരുടെയും ലെവൽ ഓഫ് ബുദ്ധിമുട്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ മോട്ടിവേഷൻ, ഏത് ടിനൈറ്റസ്, ഏത് രീതിയിലുള്ള ശബ്ദമാണ് അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, അതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഓൾസോ ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് ഒരു തെറപ്പി അപ്രോച്ചാണ്. നമുക്ക് പെട്ടെന്ന് ചാടിക്കയറി റിസൾട്ട് കിട്ടുന്നതല്ല ടിനൈറ്റസിന്റെ കാര്യത്തിൽ. സോ പതിയെ പതിയെ ഗ്രാജുവലി ആയിരിക്കും ആ ഒരു ടിനൈറ്റസിന്റെ പെർസെപ്ഷനൊക്കെ പതിയെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. യെസ്.